ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് കുക്കറിൽ സവോളയൊന്നും ഒരുപാട് വഴറ്റാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു എഗ് കറിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ഈസി എഗ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചതച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകും കൂടി നടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു മണം ഉണ്ടാവുകയെ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരുപാട് വഴറ്റലുകളൊന്നും ഇല്ലാതെ, സവോളയൊന്നും ഒത്തിരി വഴറ്റുന്നില്ല കേട്ടോ നമ്മൾ ചേർത്തിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു എഗ് കറിയാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം, കാരണം അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് അതിൽ വന്നിട്ടില്ല കേട്ടോ. ആ റെഡ് കളറിലുള്ളത് മുളക് പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട വശം തന്നെ ഒരു മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ മൂത്ത് വരും കേട്ടോ. ആ സമയത്ത് 4 സവോള ഞാൻ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയാണ് ഇത്. 4 എണ്ണം ഉണ്ട്. അത്യാവശ്യം വലിയ സവോള തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ചെറിയ സവോളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കാം. ഇനി സവോള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു എഗ് കറി ഉണ്ടാക്കുമ്പോൾ സവോള നന്നായിട്ട് വഴറ്റി തന്നെയാണ് ചേർക്കാറ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരുപാടൊന്നും വഴറ്റുന്നില്ല. ഇതൊന്ന് ഇളക്കി ഇതിനോട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വലിയ തക്കാളിയായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ പുളി കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തക്കാളി കുറവ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കറിയൊക്കെ ആയതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അത് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം. ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വിസിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ അടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ആ കുക്കറിൽ സവോളയൊക്കെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇത് ഞാനൊരു 10 മിനിറ്റ് കാഷ്യൂനട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇതൊരു 10 എണ്ണത്തോളം ഉണ്ടാവും. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കാഷ്യൂനട്ട് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ ചെരുകിയത് എടുക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരികളില്ലാതെ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം 4 വിസിലടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആ കറിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ വെള്ളമൊക്കെ നല്ല കുറുകി നല്ല ഒരു എന്താ പറയുക, ഭയങ്കര തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയ്ക്കും ഗ്രേവി, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ഗ്രേവി, അത്രയ്ക്കും വെള്ളം ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതാ അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ ഏകദേശം 1.5 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് ഇനി ആവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എഗ്ഗ് നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കറിയിലേക്ക് എടുക്കുമ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും ഈ എഗ്ഗ് കാണാനായിട്ട് കറിയിൽ. ഓക്കെ, ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തം 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഞാനപ്പോൾ എഗ്ഗും കൂടെ ചേർത്ത് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടി വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വറവിടാനായിട്ട് ഞാൻ എന്താ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ കറി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഈ വറവൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ അപ്പം നമ്മളുടെ എഗ് കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഞാനപ്പോൾ കറി ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബേബി ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോയിലൊക്കെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, അതായത് അപ്പം ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.